മിറാക്കിൾ വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താമസിയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ് റേഷൻ അരി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര, 1 കപ്പ് വെള്ളം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് അരി ഇട്ട് കൊടുക്കാം. നമുക്കിത് വറുത്തെടുക്കാം. ഏകദേശം ഒരു കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിത് എടുക്കാം. അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് 1.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് അടുക്കി പറ്റാതെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത്
കയ്യിലെടുത്ത് നന്നായിട്ട് ഉരുട്ടി തേങ്ങയിലിട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാം അതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അകമൊക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. 4 മണിക്ക് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എന്താ പറയുക 4 മണി പലഹാരമായിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്ന